നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കേറ്റ കനത്ത തോൽവിയിൽ ഇടതുപക്ഷ സർക്കാർ ഒരു ആത്മപരിശോധന നടത്തുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും കണ്ണ് തുറക്കേണ്ട അവസ്ഥ വരില്ല എന്നത് ഒരു വാസ്തവമാണ്. CPM പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ അധികനാൾ വേണ്ടിവരില്ല കേരളവും കടക്ക് പുറത്തെന്ന് പറയാൻ. ഈ തിരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ പിണറായി സർക്കാരിനേറ്റ ഒരു അടിയാണെന്ന് തന്നെ പറയാം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതു മുതൽ കേരള ജനത ഇടതുപക്ഷത്തെ ഭാഗികമായിട്ടെങ്കിലും കൈവിട്ടിരുന്നു. ഇടതുപക്ഷ നേതാക്കൾക്കും പിണറായി വിജയൻ ചെയ്ത ഈ പ്രവൃത്തിയോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ജനവികാരം പിണറായിക്ക് എതിരായിരുന്നു. വലിയ തോതിൽ CPM-ൽ നിന്ന് തന്നെ പിണറായി വിരുദ്ധരുടെ ഒരു എതിർപ്പ് തന്നെ ഉയർന്നിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചപ്പോൾ KK ശൈലജ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആ സമയത്ത് തന്നെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന തരത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ സംസാരമുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ അഹങ്കാരത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സ്വരച്ചേർച്ച ഉണ്ടാക്കാൻ ഇടയായി. പ്രധാനമായും പല കാരണങ്ങളുണ്ടെങ്കിലും അമിത ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി എന്നത് എടുത്തു പറയണം. അതിൽ പ്രധാനം സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ്. തുടർച്ചയായി ഭരണം നടത്തുന്ന ഏത് സർക്കാരിനെതിരെയും സ്വാഭാവികമായും എതിർപ്പുകളും ശക്തമാകും. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ കെട്ടിപ്പോക്കിയ സർക്കാർ CPM വിരുദ്ധ ക്യാമ്പയിനും അത് ഏറ്റെടുത്ത് UDF-ഉം BJP-യും നടത്ത പ്രചാരണങ്ങളും ഒരു പരിധിവരെ ജനങ്ങൾക്കിടയിൽ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയാം. CPM-നെതിരെ UDF-ഉം BJP-യും നടത്തിയ എല്ലാ കുറ്റങ്ങളും ഒരർത്ഥത്തിൽ അത് പിണറായി സർക്കാരിന് പൊളിക്കാൻ കഴിഞ്ഞില്ല എന്നതും ജനങ്ങൾക്ക് അതൊരു സത്യമാണെന്ന് തന്നെ തോന്നി. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് ഇടതുപക്ഷം നടത്തിയ ഓരോ കള്ളത്തനങ്ങളും അഴിമതികളും ഓരോ നാട്ട് അക്കമിട്ട് UDF-ഉം BJP-യും നിരത്തിയപ്പോഴൊന്നും അവർക്കതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അത് സത്യമായി തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ അത് എത്തിയത്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരം സംഘടിത ക്യാമ്പയിനുകളെ ഫലപ്രദമായി നേരിടാൻ CPM സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ പോരായ്മ തന്നെയാണെന്ന് നമുക്കെടുത്ത് പറയാം. അനാവശ്യമായി ഇടതുപക്ഷ സൈബർ സഖാക്കന്മാർ തെളിവുകളില്ലാതെ ഓരോ വ്യക്തികളെയും അപമാനിക്കപ്പെടുന്നതും അവർ തന്നെ തിരിഞ്ഞു കൊത്തി എന്നതിനെ എടുത്തു പറയണം. അതും ജനങ്ങൾ തന്നെ ഒരു തിരിച്ചടി കൊടുത്തു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗുരുതര പിഴവാണ് CPM-ന് ഏറ്റവും വലിയ അടിയായത്. കാസർഗോഡ്, കൊല്ലം, പൊന്നാനി, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വലിയ പിഴവാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചത്. 2019-ൽ അട്ടിമറി വിജയം നേടിയ രാജ്മോഹൻ ഉണ്ണിത്താന് ആ വിജയം ആവർത്തിക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇത്തവണ മണ്ഡലത്തിലില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ വലിയ പിഴവ് തന്നെയാണ്. ഇടതുപക്ഷത്തെ ജനങ്ങൾ കൈവിടില്ല എന്നൊരു ആത്മവിശ്വാസം അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ സ്ഥാനാർത്ഥികളെ ഇറക്കി വിട്ടത്. ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു വിട്ടിട്ടും ഒരു ഉപകാരമില്ല എന്ന് ജനങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധിച്ചതും നവകേരള, കേരളീയം തുടങ്ങിയ പരിപാടികൾ നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പോലും നല്ല ദൂർത്താണ് സർക്കാർ കാണിച്ചത്. ക്ഷേമ പെൻഷൻ എന്നത് സർക്കാരിന്റെ ഒരു ഔദാര്യം മാത്രമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ തുറന്നു പറഞ്ഞത് ഒരർത്ഥത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിലേറ്റൊരു മുറിവായിരുന്നു. കാരണം ക്ഷേമ പെൻഷൻ മാത്രം വെച്ചിട്ട് ജീവിക്കുന്ന ഒട്ടനവധി അഥവാ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്തം EP ജയരാജന്റെ തലയിൽ കെട്ടിവയ്ക്കാതെ പിണറായി വിജയനും ഈ ഉത്തരവാദിത്തത്തിൽ മുഖ്യ പങ്കുണ്ട്. കാരണം 5 വർഷത്തിൽ കൂടുതൽ പിണറായി വിജയനാണ് കേരളത്തിൽ ഭരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ അഹങ്കാരവും ധൂർത്തും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ കേരളത്തിൽ ഓരോ ധൂർത്തും നടത്തിയത് കൊണ്ടും ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എവിടെയൊക്കെ പോയത്. അനാവശ്യമായി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നതെല്ലാം ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിണറായി വിജയൻ രാജിവെക്കുകയാണെങ്കിൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ LDF-ന് കുറച്ചെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇനി എണീക്കാൻ പറ്റാത്ത തരത്തിൽ LDF മണ്ണിൽ അലിഞ്ഞു പോകും. ഇനി കേരളത്തിൽ ചിലപ്പോൾ BJP-യും UDF-ഉം മാത്രമായിരിക്കും നിൽക്കുക. ഇപ്പോൾ തന്നെ രാജ്യത്ത് മുട്ടൊക്കെ LDF-ന് ഒന്നും തന്നെ സീറ്റ് ഇല്ല എന്നതെടുത്ത് പറയുന്നുണ്ട്.